കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് എപ്പോഴും സുധീഷിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നികേഷിന് അത്ര പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു എന്ന് സുഭാഷ് പറയുന്നുണ്ട്. എന്തായാലും അവനിപ്പോൾ ഇത്തിരി സ്നേഹം കൂടിയിട്ടുണ്ട് സുധീഷിൻ്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് പറയുക, എനിക്കും കൂടിയിട്ടുണ്ട് കേട്ടോ എന്ന് നികേഷും പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ തർക്കിച്ചപ്പോഴത്തേക്ക് സുധീഷ് പറയുക, നിങ്ങൾ ആരും എന്നെ സ്നേഹിക്കേണ്ട, എന്നെ സ്നേഹിക്കേണ്ട ആൾ അവിടെ ഉണ്ടല്ലോ, അവൻ സ്നേഹിച്ചാൽ മതി, നിധിയായിരിക്കും എന്ന് ഉദ്ദേശിച്ചത് എന്ന് സുധീഷ് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധിയാണെന്ന് എനിക്കറിയായിരുന്നു സുഭാഷും പറഞ്ഞു. ഇത് കേട്ടതും രണ്ടുപേരും കൂടെ ബഹളം വയ്ക്കുന്നത് കേട്ടത് ഓടി വരുന്നത് നിധിയാണ്. എന്നാ എന്നെ പേര് വിളിച്ചേ, എന്നെ വിളിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ വിളിച്ചില്ല, എന്നാൽ ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും ഇവിടെ നിധിക്ക് ജോലി കിട്ടിയിട്ട് ഒരു ചിലവൊന്നും ചെയ്തില്ലല്ലോ, നമുക്കൊന്ന് പുറത്തൊന്ന് പോയാലോ, എല്ലാവർക്കും ഭക്ഷണമൊക്കെ പുറത്തുനിന്നായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് നിധി പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പറയാനിരുന്നതാ സുഭാഷിട്ടാ, നമുക്കങ്ങനെ ചെയ്താലോ. അപ്പോഴത്തേക്കും നികേഷ് പറയുന്നുണ്ട്, എങ്കിൽ എന്നെ ഒന്ന് കൊണ്ടുപോകണേ, ഞാനും കൂടെ വരും. അപ്പോഴത്തേക്കും ഭാസ്കരൻ പറയുന്നുണ്ട്, മോളെ എന്നെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അറിയാമല്ലോ ഞാനിവിടെ ബഹളം വയ്ക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് അച്ഛനെ കൊണ്ടുപോകാതെ ഞങ്ങൾ പോവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും കൂടെ പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പോകാൻ ആൾക്കാരുണ്ട്, പക്ഷേ എന്നെ എന്താ ആരും വിളിക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരും പോവുകയല്ലേ, പിന്നെ നിന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ എന്ന് സുഭാഷ് ചോദിച്ചപ്പോഴത്തേക്കും നിധി പറഞ്ഞു, എൻ്റെ കാര്യമായിരിക്കും ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. എങ്കിൽ ഞാൻ വിളിച്ചിരിക്കുന്നു, എന്തായാലും എല്ലാവർക്കും ഒന്ന് പോകാമെന്ന് പറയുന്നുണ്ട്. ഇത് കണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും പോലെ സുധീഷിൻ്റെ ആ പെരുമാറ്റം കണ്ടിട്ട് നികേഷ് പറയുന്നുണ്ട്, ഇനി അധികം തുള്ളിച്ചാടണ്ട, എന്തായാലും ഓരോന്ന് വരുത്തി വെച്ചത് ഞങ്ങൾ മറക്കത്തൊന്നുമില്ല എന്നൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇത് കേട്ടിട്ട് സുഭാഷ് പറയുക, എന്തായാലും നമുക്കെന്തോ സമയദോഷമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, വല്ലപ്പോഴും ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടിരുന്നത് നിധി പറഞ്ഞു, അത് ശരിയാ, ഞാനും കുറച്ച് ദിവസമായി പോയിട്ട്, അല്ലെങ്കിൽ നികേഷുമായിട്ട് ഇടയ്ക്കൊക്കെ പോകുന്നതാ, സുനന്ദ ഉള്ളപ്പോഴത്തേക്കും സുനന്ദയും കൂടെ വരുമായിരുന്നു. അപ്പോഴത്തേക്കും സുഭാഷ് പറഞ്ഞു, സുനന്ദയുടെ കാര്യം എടുത്തിട്ടായിരുന്നു ഇപ്പോഴും, അത് മറന്നില്ലേ ആരും, എങ്ങനെയെങ്കിലും മറക്കാൻ പറ്റുമോ. എന്തായാലും സുനന്ദ ഈ വീട്ടിൽ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു സന്തോഷമായിരുന്നു, പ്രത്യേകിച്ച് ഒന്നാമത് സുഭാഷ് ചേട്ടന് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും പറയുക, അപ്പുറത്ത് എന്താ വെച്ചാൽ സുനന്ദ വന്നിട്ടുണ്ട്, എന്താ സുനന്ദ വന്നതിന് ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുഭാഷ്. അത് എന്തെന്ന് അറിഞ്ഞൂടെ, ഞാൻ പറഞ്ഞു തരണോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. നീ നിൻ്റെ കാര്യം നോക്ക്, എന്നിട്ട് മതി നീ ബാക്കിയുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ എന്ന് സുഭാഷ് വഴക്ക് പറയുകയാണ്. ഇത് കേട്ടത് നിധി പറഞ്ഞു, അതിന് കുഴപ്പം എന്താ, നമുക്ക് പോയി സംസാരിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല, ഞാൻ പോയി ഒന്ന് കാണണം, എനിക്ക് അതിന് അമ്മായി സമ്മതിക്കണ്ടേ, എങ്ങനെ പോയി കാണും, എന്തായാലും പുറത്തിറങ്ങുമല്ലോ, അപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് പോയി സംസാരിക്കും. ഇനി എന്തിനാ സംസാരിക്കുന്നത്, എന്താ ഞങ്ങൾക്ക് സംസാരിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിധി. അങ്ങനെ സുഭാഷ് ആണെങ്കിൽ പുറത്തോട്ട് പോയപ്പോഴത്തേക്കും അവിടെ സുനന്ദ നിൽക്കുന്നത് കണ്ടിട്ടാണെങ്കിൽ ഓടി വന്ന് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് വന്ന സുനന്ദയുടെ അമ്മ പറയുന്നുണ്ട്, കയറുന്നുണ്ട് അകത്ത്, ഇനി നീ അവനെ മിണ്ടരുതെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട സുനന്ദ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും ആരും എൻ്റെ അടുത്തൊന്നും പറയാൻ പാടില്ല എന്ന്, നിങ്ങളുടെ ഇഷ്ടത്തിനായി കല്യാണം നടന്നേ, ഇനി എന്നെ ആരും തടസ്സം നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് സുഭാഷ് പറയുന്നുണ്ട്, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വിഷമത്തിൽ നിൽക്കുക സുനന്ദ. അപ്പോഴത്തേക്കും വീണ്ടും നികേഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, കണ്ടോ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു, പക്ഷെ അമ്മായി വന്നിട്ട് അവരെ ഓട്ടിച്ചു വിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് നിധി പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം, എന്തായാലും സുഭാഷ് ഏട്ടൻ അങ്ങോട്ട് പോയത് എന്നെ സുനന്ദയൊന്ന് കാണണമെന്ന് വിചാരിച്ചായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം പുറത്ത് പോകണമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നികേഷ് പറയുന്നത്, എന്തായാലും ചെറിയൊരു ഇഷ്ടം ഇപ്പോഴും ഉണ്ട്, അതുകൊണ്ടല്ലേ, ഇനി അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ, ഇനി അതിനെക്കുറിച്ച് പറയണ്ട എന്ന് നിധി പറയുന്നുണ്ട്. എന്തായാലും ഇനി നമുക്ക് പറയേണ്ട ഒരാളെത്തിയല്ലോ, അതാരാ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് നിധി പറഞ്ഞു, ഇപ്പം ചാന്ദിനി വന്നല്ലോ. ഓ ചാന്ദിനി. അപ്പോഴത്തേക്ക് സുധീഷ് പറഞ്ഞു, എനിക്ക് പറയാൻ ഒരാളുണ്ട്, അതറിഞ്ഞൂടെ, ആ പേരൂടെ പറയാത്തെന്താന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അതെനിക്ക് അറിയേണ്ട കാര്യമില്ല, ഞാനിപ്പോൾ സുഭാഷേട്ടൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്ന് നിധി പറയണു. നിധി കേട്ടിട്ട് സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും പറയുകയാണ്, ഞാനൊരു കാര്യം അറിഞ്ഞു, ശരിയാണോ, സുനന്ദയെ കണ്ട് സംസാരിച്ചെന്ന് പറഞ്ഞു കേട്ടു, അതോ സംസാരിക്കാൻ പാടില്ലേ, ഞാൻ സംസാരിച്ചു, അതിന് വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, എന്തായാലും വല്ലപ്പോഴും കാണുമ്പോൾ മിണ്ടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, എന്നാലും
അതൊന്നും വേണ്ട കേട്ടോ, കൂടുതൽ മിണ്ടേണ്ട ആവശ്യമില്ല ഇനി എന്ന് പറയുന്നുണ്ട് നിധി. എന്താ മിണ്ടിയാൽ? അത് എൻ്റെ അടുത്ത് മിണ്ടാൻ വന്നതുകൊണ്ട് മിണ്ടി. അപ്പോഴത്തേക്ക് സുധീഷ് പറയുക, മിണ്ടണം ചേട്ടോ മിണ്ടണം എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് പറയുക. എന്തായാലും മിണ്ടിക്കഴിഞ്ഞാൽ ഇനി വീണ്ടും അവൾ ഇങ്ങോട്ട് വന്നാലെന്താ, വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നിധി പറയുക, എന്തായാലും ഇരിക്കട്ടെ, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ശാന്തിനെ ഇനി ഒരിക്കൽ കൂടി ഈ വീട്ടിൽ വരുത്തണമെന്ന് പറയുന്നുണ്ട്. എന്തിനാ, അവൾ ഈ വീട് കണ്ടിട്ട് പോയില്ലേ, ഇനി വരണേ എന്തിനാന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷ്. അപ്പോഴത്തേക്കും പറയുക, അത് എന്തിനാന്ന് അറിഞ്ഞൂടെ, അച്ഛനൊരു പണി വീണ്ടും കൊടുക്കാൻ വേണ്ടിയാ. അതോ അച്ഛനോ? നമുക്കൊരു കാര്യം ചെയ്യാം, അച്ഛൻ്റെ ബർത്ത്ഡേ വരെയല്ലേ, അപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവരെയും ഒന്ന് ക്ഷണിച്ചിട്ട് നമുക്ക് അവരെ എല്ലാവരെയും നിർത്തി ഒരു ദിവസം നിർത്തിയിട്ട് എന്നെ വിടാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിൽക്കുകയൊന്നും വേണ്ട, വന്നിട്ട് പോട്ടെ എന്നൊക്കെ സുഭാഷ് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുക. അങ്ങനെ ഇതറിയാതെ തന്നെ ഭാസ്കരനാണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ ബർത്ത്ഡേ എന്നാണെന്നാലും നിങ്ങൾക്കറിയാമോ എന്ന്. അതിന് ഡേറ്റ് അറിഞ്ഞിട്ടാണോ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് വെച്ചാൽ എന്നൊക്കെ ചോദിക്കുന്നത് നികേഷ്. ഇത് കേട്ട് ഭാസ്കരൻ പറയുക, ഡേറ്റൊക്കെ യഥാർത്ഥ ഡേറ്റ് പറഞ്ഞു കൊടുത്ത് ബർത്ത്ഡേയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും സുധീഷ് പറയുന്നുണ്ട്, കണ്ടോ എല്ലാം അറിയാം, എന്നിട്ടാ ഒന്നും അറിയാത്തതുപോലെ ഇത്രയും കാലം അഭിനയിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും സുഭാഷ് പറയുന്നുണ്ട്, എന്തായാലും അഭിനയമായിരുന്നല്ലോ ഇത്രയും കാലം, നിധി വന്നേ പിന്നെയാ ഒരു മാറ്റം സംഭവിച്ചേ, ഇനിയും കുറേ മാറ്റങ്ങൾ സംഭവിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോവുക. നിധി പറയുമോ, എന്തായാലും പറഞ്ഞു തീർന്നല്ലോ, ഇനി നമുക്ക് പോകണ്ടേ, എല്ലാവർക്കും പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുക. അങ്ങനെ റെഡിയായി ഇറങ്ങാൻ വേണ്ടി താമസിച്ചത് സുഭാഷാണ്. എന്താ സുഭാഷ് ഇട്ടാ താമസിച്ചെന്ന് ചോദിച്ചപ്പോൾ പറയുക, എനിക്കിത്തിരി ഒരുങ്ങി ഇറങ്ങണ്ടേ, നിങ്ങളെപ്പോലെയാണോ ഞാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുധീഷ് പറയുന്നുണ്ട്, ശരിയാ, നമുക്ക് കല്യാണം നോക്കിക്കൊണ്ട ഒരു പയ്യനല്ലേ, അപ്പോഴത്തേക്ക് ആ രീതിയിൽ തന്നെ പുറത്ത് പോകുമ്പോഴേ ഒരുങ്ങി പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് സുഭാഷ് പറയുക, നിനക്കെപ്പോഴും ഇതൊക്കെ പറയാനുള്ളൂ അല്ലേ, നീ നിൻ്റെ കാര്യം നോക്കാൻ ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ട് നീ കേട്ടിട്ടില്ല, എന്താ ഇങ്ങനെയൊക്കെ സുധീഷ് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് കൂടാൻ വേണ്ടി തുടങ്ങുക. അപ്പം നിധി പറഞ്ഞു, ഒരു നല്ല കാര്യത്തിനെങ്കിൽ ഒന്നും മിണ്ടാതിരുന്നൂടെ എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരകത്തേക്ക് പോകുന്നുണ്ട്. ഒരാൾ അകത്തേക്ക് പോയിട്ട് വീണ്ടും വരുന്നുണ്ട്, എന്താ അടുത്തയാൾ ഒരുങ്ങി തീർന്നില്ലേന്ന്. ഇല്ല, ഒരുങ്ങി നമുക്ക് എല്ലാവർക്കും പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങുക. അങ്ങനെ ഭാസ്കരൻ ആദ്യം തന്നെ ഇറങ്ങി ഇരിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് സുനന്ദ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കണ്ടത്. എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോഴത്തേക്കും പറയാം, ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് പോകാൻ നിൽക്കുക, എന്താ എന്നൊക്കെ ചോദിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കുക. ഇല്ല, കുറേ നാളായില്ലേ കണ്ടിട്ട്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വരുന്നതല്ലേ ഈ വീട്ടിലേക്ക്, എനിക്ക് വരാൻ തോന്നിയിട്ടാണ് വന്നത്. അപ്പോഴത്തേക്ക് സുധീഷ് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മ കണ്ടായിരുന്നോ, എങ്കിലിപ്പോൾ വരും ഇവിടെ കിടന്ന് ബഹളം വയ്ക്കാൻ, എന്തിനാ ചുമ്മാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് സുനന്ദ പറഞ്ഞു, ഇനി പ്രശ്നം ഉണ്ടാക്കാൻ ആരും വരില്ല എന്നൊക്കെ പറയുക. ഇത് കേട്ടത് നിധി പറഞ്ഞു, ആ ശരി, എന്നാൽ ഞങ്ങൾ പുറത്തേക്കൊന്ന് പോകാൻ നിൽക്കുക, നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് സംസാരിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇറങ്ങുക. ഇത് കേട്ടിട്ട് ഓടി വന്നിട്ട് സുഭാഷും വീണ്ടും പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചിരി ഇരുന്നിട്ട് പതുക്കെ പോയാലോ, എന്തായാലും നമ്മളെ വീട്ടിൽ ഒരാൾ അതിഥി വരുമ്പോഴത്തേക്ക് നമ്മൾ പോകുന്നത് ശരിയാണോ. അപ്പോഴത്തേക്ക് സുധീഷ് ഇങ്ങനെ തറപ്പിച്ച് നോക്കുന്നുണ്ട് സുഭാഷിനെ. എന്തായാലും നമുക്ക് ഇറങ്ങിയതല്ലേ, പോവാം, പിന്നെ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പോവുക. അപ്പോഴത്തേക്കും പോയി അവിടെ എത്തുകയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വാങ്ങിച്ച് കഴിച്ചപ്പോഴത്തേക്കും പറയുക സുധീഷിൻ്റെ അടുത്ത്, എന്തായാലും ഇഷ്ടമുള്ളതിനൊക്കെ വാങ്ങണം കേട്ടോ, ഇഷ്ടമുള്ളത് എല്ലാവർക്കും വാങ്ങി കഴിക്കാം എന്നൊക്കെ നിധി പറയുക. ഇത് കേട്ടിട്ട് പറയുക ഭാസ്കരൻ, എനിക്ക് ഇഷ്ടമുള്ള വേറൊരു സാധനം കൂടെ ഉണ്ട്, പക്ഷെ ഞാൻ അത് വാങ്ങുന്നില്ല. അപ്പോഴത്തേക്കും സുഭാഷ് പറഞ്ഞു, അതെന്താണെന്ന് എനിക്കറിയാം, അതൊന്നും വേണ്ട, എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ച് കഴിച്ചിട്ട് വരാൻ നോക്കണം പെട്ടെന്ന് എന്ന് പറയുക. എങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ കഴിച്ചിട്ട് വരുന്ന വഴിക്ക് പറയുക, എന്തായാലും ഞങ്ങൾക്ക് ജീവിതത്തിൽ ഇത്രയും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ എല്ലാവരും ഒരുമിച്ച് ഒരു യാത്ര പോവുകയും അതുപോലെ തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതും, അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് എന്ന് നികേഷ് പറയുന്നുണ്ട്. ഇത് കേട്ടത് സുധീഷ് പറയുന്നുണ്ട്, അത് ശരിയാ, ഞങ്ങൾക്ക് ഇങ്ങനെ ആരും പോയിട്ടുമില്ല, ഞങ്ങൾക്കാരും വാങ്ങിച്ച് തന്നിട്ടുമില്ല എന്ന്. അത് എനിക്ക് ജോലി കിട്ടിയതില്ലേ, അത് എൻ്റെ വക, അതിനെ ഒന്നും പറയേണ്ട കാര്യമില്ല, നമ്മൾ പോയിട്ട് വന്നില്ലേ, ഇനിയിപ്പോൾ ഒരാളുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് നിധി. ഇത് കേട്ടത് ഭയങ്കര വിഷമത്തിൽ നിൽക്കുക ഭാസ്കരൻ. എന്തായാലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വളരെ മാറ്റമാണ് മോൾ വന്നതിലുണ്ടായത്. എന്നാൽ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ മോൾ ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും ഇനി പോകരുത്, ഞങ്ങൾക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് പറയുക. ഇത് കേട്ടത് നിധിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ വരികയും ചെയ്യുന്നുണ്ട്. സുഭാഷാണെങ്കിൽ
പറയുക, എന്തായാലും നിധി ഇനി ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് വിഷമിക്കാൻ പാടില്ല. അത് ഞാൻ ആ സുധീഷിനടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നീ നോക്കി ഇരിക്കേണ്ട ആ കാര്യവും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് നിധി പറയുക, ഞാനിപ്പോൾ ആലോചിച്ചത് എൻ്റെ വീട്ടിലെ കാര്യമാണ്. ഞങ്ങളെ വീട്ടിൽ ഇതുപോലെയാണ്, എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറ്. അച്ഛനെന്ന് വെച്ചാൽ ഞാനെന്ന് വെച്ചാൽ ജീവനായിരുന്നു. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാനും വിചാരിച്ചില്ലല്ലോ. ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ വീട്ടിലെ ആ ഒരു അന്തരീക്ഷമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് എല്ലാവരും സങ്കടത്തോടെ ഇങ്ങനെ നിധിയെ നോക്കുന്നതാണ് കാണുന്നത്.